ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടൈം ആൻഡ് വർക്ക് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള പുതിയ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ സാധാരണ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും MDH ഫോർമുല അല്ലെങ്കിൽ ചെയിൻ റൂൾ എന്നൊക്കെ പറയും. നമ്മൾ ഇന്ന് അതൊന്നുമല്ല, ലോജിക് യൂസ് ചെയ്തിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 18 boys can do a piece of work in 24 days. ഇതിൽ പറയുന്നത് എന്താണ്? ആദ്യം 18 ബോയ്സ്, ഓക്കെ, 24 ഡേയ്സിലാണ് ഒരു വർക്ക് ചെയ്യുന്നത്. 18 boys can do a piece of work in 24 days. In how many days can 27 boys do the same work? ഇവർ 18 ബോയ്സ് 24 ഡേയ്സിൽ ചെയ്യുന്ന അതേ ജോലി 27 ബോയ്സിന് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, ഈ 18 ആദ്യം പറയുന്നത് 18 ബോയ്സ് ആണ് 24 ഡേയ്സിൽ ഈ വർക്ക് ചെയ്യുന്നു. രണ്ടാമത് അതിന് പകരം 27 ബോയ്സ് വരുന്നു. അതേ എഫിഷ്യൻസിയിലുള്ള കുട്ടികൾ തന്നെയാണ് വരുന്നത്. എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയും, അവരുടെ ഇരട്ടി എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തേക്കും. ഒന്നുമില്ല, 18 ബോയ്സിന് പകരം അത് തിരിച്ച് ഇവിടെയും വരുന്ന ബോയ്സ് ആണ്, നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ. 18 പകരം 27. അപ്പൊ അവരുടെ എഫിഷ്യൻസിയും സെയിം ആയിരിക്കും എന്ന് തന്നെയല്ലേ അർത്ഥം. 18 ബോയ്സ് 24 ഡേയ്സിൽ എത്ര വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. എങ്കിൽ നമുക്ക് ചുമ്മാ എടുക്കാം അവരുടെ എഫിഷ്യൻസി. ഒരു ദിവസം ഒരു ചുമര് പെയിന്റ് ചെയ്യാൻ കഴിവുള്ള പെയിന്റിംഗ് പണിക്കാരാണ് ഇവര് എന്ന് എടുത്തു നോക്കിയേ. എങ്കിൽ 18 പേര് ഒരാള് ഒരു ദിവസം ഒരു ചുമര് പെയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ഡേയിലെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡേയിൽ 18 പേര് ഒരു ചുമര് വെച്ചിട്ട് 1 ഡേയിൽ എത്ര ആയിരിക്കും? 18 ചുമരുകളായിരിക്കില്ലേ പെയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ദിവസം 18 ചുമര് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാറ്റിയിരിക്കണം. ഒരു ദിവസം 18 ചുമര് വെച്ചിട്ട് 24 ഡേയ്സിൽ ഇവർ എത്ര ചുമരുകളായിരിക്കും പെയിന്റ് ചെയ്യുന്നത്? 18 × 24 ഇതാ ചെയ്ത് നോക്കിയാൽ മതി. 18 × 20 360 ആണ്. 18 × 4 18 × 24 ചെയ്യാനായിട്ട് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24ന് 20 + 4 എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, 18 × 20 360 പ്ലസ് 18 × 4 72. 362 + 72 432. അപ്പോൾ അവിടെ നടന്നത് 432 വർക്കാണ്. ഒരു ദിവസം ഇവർ ചെയ്യുന്ന വർക്ക് നമ്മൾ എഫിഷ്യൻസി ഒന്നിട്ടിട്ട് അങ്ങനെ 18 പേരും 18 വർക്കാണ് ചെയ്യുന്നു എന്ന് കണ്ടെത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 18 വർക്ക് വെച്ചിട്ട് 24 ഡേയ്സിൽ 432 വർക്ക് ചെയ്യുന്നു. ഈ 432 വർക്ക് ഈ 27 ബോയ്സിന് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു എന്നുള്ളതേ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുള്ളൂ. ഈ 27 ബോയ്സിന് നമ്മൾ പറഞ്ഞു അതേ സെയിം എഫിഷ്യൻസിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 27 ബോയ്സ് ഒരാൾ ഒരു ദിവസം ഒരു ചുമരാണ് പെയിന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 ഡേയിൽ ഈ 27 പേര് ചേർന്ന് എത്ര ആയിരിക്കും? ഒരാൾ ഒന്നാണെന്നുണ്ടെങ്കിൽ 27 പേരാകുമ്പോഴത്തേക്ക് 27 ചുമരായിരിക്കും ഇവർ പെയിന്റ് ചെയ്യുന്നത്, അല്ലേ? 1 ഡേയുടെ കണക്കിന് ഒരു ദിവസം ഇവർ 27 പെയിന്റ് ആണ് പെയിന്റ് ചെയ്യുന്നത്. നമ്മൾ മാറ്റി അങ്ങനെ 27 വെച്ചിട്ട് ഈ 432 വർക്ക് ചെയ്യാൻ അവർക്ക് എത്ര ദിവസം എടുക്കുന്നു എന്നുള്ളതാണ്. എത്ര ഡേയ്സ് എടുക്കുന്നു? 432 ഇതാ ഇവിടെ ഡേ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 27 × ഈ ഡേ ഗുണിക്കുമ്പോഴായിരിക്കും 432 കിട്ടുന്നത്. അപ്പൊ ഈ ഡേ കണ്ടുപിടിക്കാൻ 432 ÷ 27 വെട്ടി ചെയ്താൽ മതി. 27 43 ഒരു പ്രാവശ്യം, ബാലൻസ് 16 ആണുള്ളത്. ഇവിടെ ഒരു 2 ഉണ്ട്, അപ്പൊ 162 ആവും. 162 27 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 6 ആണ്. അപ്പൊ 16. 432 ÷ 27 ചെയ്ത് നോക്കുക, ആൻസർ 16 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ എഫിഷ്യൻസി മാറ്റിയിട്ടുള്ളൂ. 1ന് പകരം 2 3 ഏത് കൊടുത്തിരുന്നാലും നമ്മൾ ഇവിടെ കൊടുക്കുന്ന അതേ എഫിഷ്യൻസി തന്നെ ആയിരിക്കും ഇവിടെ താഴെയും കൊടുക്കുന്നുണ്ട്, അത് വെട്ടിപ്പോവും. ആൻസർ 16 എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇത് ഒരു മോഡല്. ഈ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അതായത് ഒരേ എഫിഷ്യൻസി ഉള്ള പിള്ളേരാണ് ബോയ്സ്. ആദ്യം 18 ബോയ്സ് ചെയ്യുന്ന 24 ദിവസത്തിൽ ചെയ്യുന്ന അതേ ജോലി, അതിന് പകരം നമ്പേഴ്സിൽ വ്യത്യാസമുണ്ട്. അതേ എഫിഷ്യൻസി ഉള്ള 27 പിള്ളേർ വന്ന് ആ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ദിവസത്തിൽ തീർക്കുന്നു?
എന്നുള്ളതാണ്. ആ 18 പേര് ഒരു ദിവസം ഒരു ജോലിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 24 ഡേയ്സിൽ 432 ചുമർ അവർ പെയിന്റ് ചെയ്യുന്നു എന്ന് കരുതിക്കോളൂ. എങ്കിൽ ഒരു ദിവസം 27 ചുമര് പെയിന്റ് ചെയ്യുന്ന പിള്ളേര് ഈ 432 ചുമര് പെയിന്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? സ്വാഭാവികം 432 ഡിവൈഡ് ബൈ 27 16 എന്ന് കിട്ടും. കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഇതിന്റെ വേറൊരു മോഡൽ കൂടെ ഉണ്ട്. നമുക്ക് എക്സാമിന് കുറച്ചും കൂടെ വലിയ വലിയ കണക്കുകൾ വരുമ്പോഴത്തേക്കും ആ മോഡലായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് യൂസ് ആവുന്നത്. അപ്പോൾ അതും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് വേറൊരു കാര്യം കൂടെ പറയാം. അപ്പോൾ കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, 18 ബോയ്സ് 24 ഡേയ്സിൽ 18 ബോയ്സിന്റെ എഫിഷ്യൻസി ഒന്നാണ്. ഒരു ദിവസം ഒരു വർക്ക് വെച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 18 ബോയ്സ് ചെയ്യുന്നത് 18 വർക്കായിരിക്കും, അല്ലെങ്കിൽ 18 ചുമരായിരിക്കും. അങ്ങനെ അവർ 24 ദിവസം ചെയ്യുന്ന ജോലി 27 ബോയ്സ് ഒരു ദിവസം ഒരു ചുമര് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 27 ഒരു ബോയ് ഒരു ചുമര് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 27 ചുമര് ചെയ്യും. അങ്ങനെ ആ 27 ബോയ്സ് എത്ര ദിവസത്തിൽ ആ പണി തീക്കും എന്ന് നോക്കിയാൽ മതി. ഒരു ദിവസം 27 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ടോട്ടൽ വർക്ക് ചെയ്യാൻ എത്ര ദിവസം ആവും? അതായിരിക്കും ആ ഡേ. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങെടുത്തുക, വെട്ടി ചെയ്യുക. 18-ല് 9 വെച്ച് 2 പ്രാവശ്യം, 27-ല് 3 പ്രാവശ്യം വെട്ടുമ്പോഴത്തേക്കും 3ഉം 24ഉം വെട്ടുമ്പോൾ 8 × 2 16 എന്ന് ആൻസർ കിട്ടും. ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് ഇത്രയും പറഞ്ഞത് എന്ന് മാത്രം. മനസ്സിലായല്ലോ? ആൻസർ 16 ഡേയ്സ്. ഇവിടെ നിൽക്കട്ടെ. ഇതിന്റെ സെക്കൻഡ് മോഡൽ എന്ത് എന്നാൽ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനിലൂടെ ഈ ക്വസ്റ്റ്യൻ ആ മോഡൽ യൂസ് ചെയ്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്നാണ്. ഒരുപാട് ചാപ്റ്റർ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? 18 ബോയ്സ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 24 ഡേയ്സ്. അതായത് ബോയ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം. അത് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്നിന്റെ റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവർ ചെയ്യുന്ന ഡേയ്സിന്റെ റേഷ്യോ. അത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇവിടെ മെന്നിന്റെയും ഡേയ്സും ക്വസ്റ്റനിൽ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എത്ര? 18 ബോയ്സ് ആണ്. 18 ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M1 18 ബോയ്സ് എന്നാണ് പറയുന്നത്. ആ സെറ്റിലെ 18 ബോയ്സ് 24 ഡേയ്സിൽ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സെറ്റിലെ ഡേ വന്നിട്ട് 24 ആണ്. അപ്പൊ ഡേ 1 24 ആണ്. ഇനി സെക്കൻഡ് പറയുന്നതാണ് ഹൗ മെനി ഡേയ്സ്. രണ്ടാമത് ഹൗ മെനി ഡേയ്സ് ക്യാൻ 27 ബോയ്സ് ഡു ദ സെയിം വർക്ക്. 27 ബോയ്സ്. രണ്ടാമത് പറയുന്നത് M2 27 എന്നാണ്. എത്ര ഡേയ്സിൽ ഈ വർക്ക് ഫിനിഷ് ചെയ്യും? സെക്കൻഡ് 27 ബോയ്സ് ചെയ്യുന്ന ഡേയ്സ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഡേ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൽ മെന്നിന്റെ റേഷ്യോയുടെ നേരെ റിവേഴ്സ് ആയിരിക്കും ഡേയുടെ റേഷ്യോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെന്നിന്റെ M1 ഈസ് M2 എന്താണ്? M1 18 എന്നും M2 27 എന്നും തന്നിട്ടുണ്ട്. ഈ 18ന്റെയും 27ന്റെയും റേഷ്യോ എത്രയാണ്? 18ഉം 27ഉം നമുക്ക് 9-ല് വെട്ടാൻ പറ്റുമല്ലോ. 9 വെച്ച് ചെയ്യുമ്പോൾ 18-ല് 2 പ്രാവശ്യവും 27-ല് 3. 2:3 ആണ് ഈ 18ന്റെയും 27ന്റെയും ലാസ്റ്റ് റേഷ്യോ. ഇനി ഇതിൽ കുറയാൻ പറ്റത്തില്ല. അപ്പോൾ 2:3 ആണ് M1 M2ന്റെ റേഷ്യോ. ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ഡേയുടെ റേഷ്യോ എന്നാണ് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2:3യുടെ നേരെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 3:2 ആയിരിക്കത്തില്ലേ? ഇതാണ് ഡേയുടെ റേഷ്യോ. എങ്കിൽ ഡേ 1ന്റെ റേഷ്യോ 3:2. നമുക്ക് ഡേ 1 എത്രയെന്ന് അറിയാം. എത്ര ആദ്യം തന്നിട്ടുള്ള എത്ര ഡേയ്സ് ആണെന്ന് അറിയാം. അതിനാണ് D1 എന്ന് എടുത്തത്. 24 ആണ്. അപ്പൊ 24 3 ആണെന്നുണ്ടെങ്കിൽ D2 നമുക്ക് അറിയില്ല. 2 എത്രയെന്ന് കണ്ടെത്തിയാൽ പോരെ. അപ്പൊ 24 3 ആണെങ്കിൽ 2 എത്ര? 16 എന്ന് കിട്ടും. 24 ഡിവൈഡ് ബൈ 3 × 2 16. മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൂടെ നോക്കാം.
ദ മെന്നിന്റെയും മെന്നിന്റെ റേഷ്യോ 18:27. 18 ബോയ്സ് 24 ഡേയ്സ് കൊണ്ട് ചെയ്യുന്ന ജോലി 27 ബോയ്സിന് ചെയ്യാൻ എത്രയാണെന്ന് ഉറപ്പുവരുത്തേക്കും ബോയ്സ് 18:27 ആണ്. അതാണ് മെന്നിന്റെ റേഷ്യോ 18:27. ഞാനിതാ M1 M2ന്റെ റേഷ്യോ ഇങ്ങോട്ട് ഇടുകയാണ്. 18:27 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റേഷ്യോ ആദ്യം എടുത്ത് 2:3 ആണ് ഇതിന്റെ റേഷ്യോ. അപ്പോ ഡേയുടെ റേഷ്യോ D1:D2 എത്രയായിരിക്കും? ഈ 2:3 തിരിച്ചിടുന്നതായിരിക്കും. 3:2 ആണ് ഡേയുടെ റേഷ്യോ. D1 നമ്മൾ കണ്ടിട്ടുണ്ട് 24 ഡേയ്സ്. D1 24 ഡേയ്സ് ആണ്. അത് 3 ആണ് റേഷ്യോ എങ്കിൽ 24 3 ആണെന്നുണ്ടെങ്കിൽ 2 എത്രയാണ് കണ്ടെത്തിയാൽ മതി. 24 3 24 വെട്ടുമ്പോഴത്തേക്കും 8 വരും. 8 × 2 16. ഓക്കെ, അപ്പൊ 16 ഡേയിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അപ്പൊ D2 ഇതിൽ നിന്നും 16 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. M1 18, D1 18 പേര് 24 ഡേയ്സിൽ ചെയ്യുന്ന ജോലി. M2 27 ആണ്. 27 വന്നപ്പോഴത്തേക്കും 16 മാറി. രണ്ടുപേരും ചെയ്യുന്നത് തുല്യ ജോലിയാണ്. അപ്പോഴേ നമുക്ക് ഈ പ്രൊപ്പോർഷൻ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. 432 ആണ് 24 × 18. അതേ ജോലി തന്നെയാണ് 27 × 18 432 ആണ്. ദാ ബോയ്സിന്റെ എണ്ണം 18 നിന്നും 27 ആയപ്പോൾ ഡേയുടെ എണ്ണം 24 നിന്നും 16 ആയി. അതായത് ബോയ്സിന്റെ റേഷ്യോ 18 × 27 ആയപ്പോൾ 2:3 ആയിരുന്നു. അപ്പൊ ഡേയുടെ റേഷ്യോ നേരെ തിരിച്ച് 3:2. 24ന്റെയും 16ന്റെയും റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 3:2 തന്നെ ആയിരിക്കും. ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് എല്ലാ ക്വസ്റ്റ്യനിലും ഏത് രീതിയിലാണ് ഈ മോഡൽ ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആവും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 30 men do a piece of work in 18 days. 30 പേര് 18 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക്. അടുത്ത എന്താ പറയുന്നത്? They are joined by 6 more workers. Now the work will be completed in. അവരോടൊപ്പം 6 പേരും കൂടെ ആ ജോലിയിൽ ചേർന്നു എങ്കിൽ എത്ര ദിവസത്തിൽ അവർ ഈ വർക്ക് ഫിനിഷ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നും കൂടെ പറയാം. ആദ്യം പറയുന്നത് 30 men 30 men 18 ഡേയ്സിൽ വർക്ക് ചെയ്യുന്നു. അപ്പോ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും 30 men ആണ്. അപ്പോ M1 30 എന്ന് നമുക്ക് എടുക്കാം. അവരെത്ര ദിവസത്തിലാണ് ചെയ്യുന്നത്? 18 ദിവസത്തിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോ D1 18 എന്ന് നമുക്ക് എടുക്കാം അല്ലേ. ഇനി എന്താ പറയുന്നത്? They are joined by 6 more workers. അവരോടൊപ്പം 6 വർക്കേഴ്സ് കൂടി ഈ വർക്കിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോ നമുക്ക് M2 ഈ 30 വർക്കേഴ്സിനോട് കൂടി 6 വർക്കേഴ്സ് കൂടെ ജോയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ 30ന്റെ കൂടെ 6 കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 36 ആവും. എങ്കിൽ ഈ 36 വർക്കേഴ്സ് എവര് ചെയ്ത ഈ പണി എത്ര ദിവസത്തിൽ ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അപ്പോ D2 ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 വഴിയിലും എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിലേക്കായി ആദ്യം ഫസ്റ്റ് പറഞ്ഞ വഴിയിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 30 men do a piece of work in 18 days. 30 പേര് 18 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. 30 പേരിൽ സാധാരണ പറയുന്ന പോലെ അതിൽ ഓരോ ആളുടെയും എഫിഷ്യൻസി 1 ആണ്. ഒരു ദിവസം ഒരു ചുമര് വെച്ചാണ് അവർക്ക് പെയിന്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 പേരാണ് ഉള്ളത്. ഒരു ദിവസം ഒരു ചുമര് വെച്ചിട്ടാണ് പെയിന്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ 30 പേരും കൂടെ ഒരു ദിവസം എത്ര ചുമര് പെയിന്റ് ചെയ്യും? 30 × 1 30 ആയിരിക്കില്ലേ. അപ്പൊ ഇവിടെ നടന്നിട്ടുള്ള വർക്ക് 30 അല്ലേ. 30 ചുമരായിരിക്കില്ലേ അവർ പെയിന്റ് ചെയ്തത്. അങ്ങനെ എത്ര ഡേയ്സ് പെയിന്റ് ചെയ്തു എന്നാണ്? 18 ദിവസം. അങ്ങനെ ഒരു ദിവസം 30 വെച്ചിട്ട് 18 ദിവസം അവർ പെയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 13 × 18 എത്ര വർക്കായിരിക്കും നടന്നിട്ടുള്ളത്? 540 വർക്ക് അല്ലേ. ഈ വർക്ക്
6 more പേഴ്സൺ അവരോട് ചേർന്ന് കഴിഞ്ഞാൽ 30ന്റെ കൂടെ 6 പേരും കൂടെ ചേരുമ്പോഴത്തേക്കും രണ്ടാമത്തെ സെറ്റിൽ 36 പേരായിരിക്കും ചേരുന്നത്. അവരുടെയും എഫിഷ്യൻസി സെയിം ആയിരിക്കും. 36 മോർ മെന്നാണ് ചേരുന്നത്. എഫിഷ്യൻസിക്ക് വ്യത്യാസം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിൽ അതേ കഴിവുള്ള 36 പേരാണ് അടുത്ത് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരാൾ ഒരു ചുമര് വെച്ചിട്ട് പെയിന്റ് അടിക്കും എന്നുള്ള രീതിയിൽ പെയിന്റിംഗ് പണിക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 36 പേര് എത്ര ചുമര് പെയിന്റ് അടിക്കും? 36 ആയിരിക്കും. അങ്ങനെ 36 ചുമര് പെയിന്റ് അടിക്കാൻ കഴിവുള്ള ആൾക്കാർ ഈ 540 വർക്ക് എടുത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിലായിരിക്കും അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്? 540 ഡിവൈഡഡ് ബൈ 36 അല്ലേ? 6ൽ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ 54 9 പ്രാവശ്യം പോവും. 0 ഇവിടെ ബാലൻസ് ഉണ്ട്. 36 6 പ്രാവശ്യം പോവും. വീണ്ടും 6ഉം 90ഉം കൂടെ വെട്ടാൻ പറ്റും. 15 പ്രാവശ്യമാണ്. അപ്പോൾ ആൻസർ 15 എന്ന് കിട്ടും. ഓക്കെ, ഒന്നും വേണ്ട. ഇത് ആ ഒരു ഐഡിയ മനസ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഡയറക്റ്റ് ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്യുക. 30 മെന്നാണ് അവരൊരു ദിവസം ഒരു വർക്കാണ് വെച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 30 പേരിന് ഒരു ദിവസം ചെയ്യുന്നത് എത്രയായിരിക്കും? 30 വർക്കായിരിക്കും. അങ്ങനെ 18 ദിവസം ചെയ്യുമ്പോഴത്തേക്കും ഇൻറ്റു 18 ഇതായിരിക്കും അവർ ചെയ്യുന്ന വർക്ക്. ഈ വർക്ക് 6 more പേഴ്സൺ 30 പേരുടെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ 36 പേരായിരിക്കും. അവർക്ക് ചെയ്തു തീർക്കാൻ എത്ര സമയം അതൊന്ന് നോക്കിയാൽ മതി. 18 വെച്ച് 36 വെട്ടി 2 പ്രാവശ്യം 2 30 കൂടെ വെട്ടുമ്പോൾ 15. ആൻസർ ഡയറക്റ്റ് ആയിട്ട് 15 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നമ്മൾ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ നമുക്കിത് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ ഞാൻ പറഞ്ഞു മെന്നിന്റെ റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡേയുടെ റേഷ്യോ. അതായത് മെന്നിന്റെ റേഷ്യോ എത്രയാണ്? M1:M2. ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. M1 30 എന്നും M2 36 എന്നും ക്വസ്റ്റനിൽ പറയുന്നു അല്ലേ? ആദ്യത്തെ സെറ്റിൽ 30 പേരാണ് 18 ദിവസം ജോലി ചെയ്തത്. അത് ഡേ 1 ആണ്. അടുത്ത് പറയുന്നത് എത്ര? 6 more പേഴ്സൺ വരുന്നു. അപ്പോൾ M2 30ന്റെ കൂടെ 6ഉം കൂടെ വരുമ്പോൾ 36 ആയി അല്ലേ? 30ന്റെയും 36ന്റെയും റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോമൺ ആയിട്ട് ഏത് ഇതിലായിരിക്കും വെട്ടിപ്പോകുന്നത്? പിന്നെ HCF 6 ആണ്. 6 വെച്ച് വെട്ടുമ്പോഴത്തേക്കും 30ൽ വരുമ്പോഴത്തേക്കും 6 5ഉം 36ൽ 6ഉം ആയിരിക്കും. അപ്പോൾ 5:6 ആണ് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ റേഷ്യോ. അപ്പോൾ മെൻ 1ന്റെയും മെൻ 2ന്റെയും റേഷ്യോ 5:6 എന്ന് കിട്ടി. ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ഡേയുടെ റേഷ്യോ. അതായത് D1:D2 എന്ന് പറയുന്നത് 6:5 ആണ്. ഓക്കെ, അതില് D1 എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. D1 18 ആണ്. D1 18. 18ന്റെ റേഷ്യോ ഇതാ നോക്കിയാൽ നമ്മൾ D1:D2 എന്ന് പറഞ്ഞാൽ 6:5. അപ്പൊ D1 18. അതിനർത്ഥം ഈ 18 തന്നെയല്ലേ ഈ 6 ആയിട്ട് റേഷ്യോയിൽ എഴുതിയിട്ടുള്ളത്? എങ്കിൽ 18 6 ആയിരുന്നു എങ്കിൽ ഈ 5 എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തിയാൽ പോരെ? ചുമ്മാ നോക്കിയാൽ മതി. 18 6 ആണെന്നുണ്ടെങ്കിൽ 5 എത്രയെന്ന് കണ്ടെത്തും? 18 മാറും വെട്ടുമ്പോഴത്തേക്കും 3 × 5 15. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റേഷ്യോ എടുക്കണമെന്നുള്ളതൊന്നും ഇല്ല. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ റേഷ്യോ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 30:36 എന്നല്ലേ വരുന്നത്. അത് റേഷ്യോ എടുക്കാതെ അങ്ങനെ തിരിച്ചിട്ടിരുന്നാലും 36:30 എന്നെടുക്കാം ഡേയുടെ റേഷ്യോ. ഓക്കെ, അപ്പോൾ ഡേയുടെ റേഷ്യോ 36:30 എന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ D1 18 ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പൊ 18 നോക്കി, ഈ 18 ആണ് ഈ 36 എങ്കിൽ 30 എത്രയെന്ന് കണ്ടുപിടിച്ചിരുന്നാലും ഇതേ ആൻസർ തന്നെ കിട്ടും. 18 36 2 പ്രാവശ്യം വീണ്ടും വെട്ടുമ്പോഴത്തേക്കും 15. അപ്പോഴും 15 തന്നെ ആൻസർ കിട്ടും. ഓക്കെ, പക്ഷെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ റേഷ്യോ ഏറ്റവും ചുരുങ്ങിയ റേഷ്യോ നമ്മൾ എടുക്കുന്നതാണ്. അതിന് ആ HCF എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് റേഷ്യോ കിട്ടും. അതിൽ നിന്നും ചുരുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതിൽ നിന്നും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഈസി ആവും. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 50% can do a work in 12 days, working 8 hours per day. 50% ഒരു വർക്ക് 12 ദിവസം കൊണ്ട് തീർക്കുന്നു. എങ്ങനെ? 8 hours per day. ഒരു ദിവസം 8 hours ജോലി ചെയ്ത് 12 ദിവസം കൊണ്ട് ഈ 50% ഒരു വർക്ക് ചെയ്ത് തീർക്കുന്നു. ഇവിടെ അവറും കൂടെ ആഡ് ആയിട്ടുണ്ട്. സാധാരണ ക്വസ്റ്റ്യനിൽ അവർ വരലില്ല. അപ്പൊ ഈ മോഡൽ വരുമ്പോഴത്തേക്കും അവറും കൂടെ ആഡ് ആവുന്നു എന്ന് ശ്രദ്ധിച്ചു. എങ്കിൽ 60% can do the same work in 8 days, working X hour per day. Then the value of X. അടുത്ത പറയുന്നത് കഴിഞ്ഞാൽ ഈ ജോലി 50% ഒരു ദിവസം 8 മണിക്കൂർ പെർ ഡേ വെച്ചിട്ട് 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 60% 8 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു. എത്ര? ഒരു ദിവസം എക്സ് അവർ വർക്ക് ചെയ്ത്, എത്ര അവർ എന്ന് പറയുന്നില്ല, എക്സ് അവർ വർക്ക് ചെയ്ത് 8 ഡേയ്സ് കൊണ്ട് 60% ചെയ്ത് തീർത്തു എങ്കിൽ ആ എക്സിന്റെ വാല്യൂ എന്താണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ അവറിന്റെ ഇതും കൂടെ വരുമ്പോൾ നമ്മൾ അവർ ചെയ്ത ടോട്ടൽ എത്ര അവർ വർക്ക് ചെയ്തു എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മതി. സാധാരണ ഡേയ്സിന്റെ മാനദണ്ഡത്തിലാണ് ഇതിന് മുന്നേ ഉള്ളതിലൊക്കെ എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അവർ കണക്ക് നോക്കാം. ഓക്കെ, എങ്കിൽ ഞാനിതാ M1 50 എന്നെടുത്തു. ഓക്കെ, 50% 12 ഡേയ്സിൽ വർക്ക് ചെയ്തു, 8 hours പെർ ഡേ വെച്ച് വർക്ക് ചെയ്തു. എങ്കിൽ ഇവിടെ അവർ എത്ര അവർ ആയിരിക്കും അവർ വർക്ക് ചെയ്തിട്ടുള്ളത്? 8 hours പെർ ഡേ വെച്ചിട്ട് 12 ഡേയ്സ് ആണ്. എങ്കിൽ 8 into 12 എത്രയാ? 12 into 8 96 ആണ്. 96 hours ആയിരിക്കും അവര് വർക്ക് ചെയ്തിട്ടുള്ളത്. 50% ടോട്ടല് 12 ഡേയ്സ്, 8 hours പെർ ഡേ വെച്ചിട്ട് 12 ഡേയ്സ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ദിവസം 8 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ 12 ദിവസം ആകുമ്പോഴത്തേക്കും 96 മണിക്കൂറല്ലേ വർക്ക് ചെയ്തത്. എങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി? 50% 96 hours വർക്ക് ചെയ്ത ജോലി. എന്താ പറയുന്നത്? 60% ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 8 ഡേയ്സ്. എന്താ പറയുന്നത്? 60% ആണ് അടുത്ത് വർക്ക് ചെയ്യുന്നത്. അവർക്ക് 8 ദിവസം കൊണ്ട് അവർ തീർത്തു, എക്സ് അവർ വർക്ക് ചെയ്തു എന്നാണ്. അതായത് 8 ഡേ ഇൻറ്റു അവർ എക്സ് ആണെന്നുണ്ടെങ്കിൽ 8 ഇൻറ്റു എക്സ് 8x ആയിരിക്കും സെക്കൻഡ് ഈ അവർ അല്ലേ. 8x അവർ വർക്ക് ചെയ്ത് 60% ഈ പണി ചെയ്തു തീർത്തു എന്നാണ്. നമുക്ക് നോക്കാം. 50% വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ എഫിഷ്യൻസി, 50 പേരുടെ എഫിഷ്യൻസി ഒരു ദിവസം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അവറിന്റെ കണക്കായതുകൊണ്ട് 1 അവറിൽ ഈ 50% ഒരു ചുമര് പെയിന്റ് ചെയ്യും. ഇവർ പെയിന്റിങ് പണിക്കാരാണ്. എങ്കിൽ 50% ഒരാള് ഒരു ചുമര് വെച്ച് 1 അവറിൽ വർക്ക് ചെയ്യാൻ എഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ 50 പേരാകുമ്പോഴത്തേക്ക് എത്ര? അങ്ങനെയുള്ള 50 പേരാകുമ്പോഴത്തേക്കും അവിടെ നടന്നിട്ടുള്ള വർക്ക് 1 അവറിൽ 50 ചുമരുകൾ പെയിന്റ് ചെയ്തു എന്ന് കരുതിക്കോളൂ. അങ്ങനെ 96 hours ആണ് അവർ വർക്ക് ചെയ്തത്. ശ്രദ്ധിച്ചു നോക്കൂ, 50% ആണ് ഉള്ളത്. ഇത് അവറിന്റെ കണക്കായതുകൊണ്ട് ഇതിൽ ഒരാള് ഒരു അവറിൽ ഒരു ചുമര് പെയിന്റ് ചെയ്യാൻ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ 50 പേര് ചെയ്യുമ്പോഴത്തേക്കും 1 അവറിൽ അങ്ങനെയുള്ള 50 പേരാണ്. 50 ചുമരുകളായിരിക്കും 1 അവറിൽ അവർ ചെയ്യുന്നത്. അങ്ങനെ 96 hours അവർ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും? നോക്കൂ, 96 into 50 ചെയ്ത് നോക്കിക്കോളൂ. അല്ലാന്നുണ്ടെങ്കിൽ 96 into 5 നോക്കിയാൽ മതി. 96 into 5 480 ആണ്. അപ്പോൾ 50 വരുമ്പോഴത്തേക്കും ഈ 0 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 96 into 50 4800 വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. ഈ വർക്ക് 60% 8 ഡേയ്സിൽ 1 ഡേയിൽ എത്ര അവർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർക്കും എന്നാണ്. 60% അതേ എഫിഷ്യൻസി ഉള്ള 60 പേരാണ് വന്നിട്ടുള്ളത്. ഇതില് ഒരാള് പറഞ്ഞ പോലെ തന്നെ 1 അവറിൽ ഒരു ചുമരാണ് പെയിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 60 പേര് ചെയ്യുമ്പോഴത്തേക്കും 60 ചുമരായിരിക്കും 1 അവറിൽ പെയിന്റ് ചെയ്യുന്നത്. നമുക്ക് ഡേ വന്നിട്ട് 8 ദിവസമാണ്, അവർ എത്രയാണെന്ന് തന്നിട്ടില്ല. എങ്കിൽ
8x എന്ന് തന്നെ നമ്മൾ എടുക്കുന്നു അവർ. എങ്കിൽ ഈ 4800 വർക്കാണ് ഇവരും ചെയ്തു തീർക്കേണ്ടത് അല്ലേ. എങ്കിൽ എന്താ നമുക്ക് നോക്കിയാൽ മതി. 60 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 480 ആണ്. 480x എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ = 4800 വർക്കാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ ഈ എക്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം. 4800 ആവണമെന്നുണ്ടെങ്കിൽ എക്സ് സ്വാഭാവികമായിട്ടും 480 × 10 വന്നിരുന്നാൽ മാത്രമേ 4800 ആവൂ. അല്ലെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. 4800 ഡിവൈഡഡ് ബൈ 480 ഇതാ വെട്ട് പോകുമ്പോഴത്തേക്കും 10. അപ്പൊ എക്സിന്റെ വാല്യൂ 10 ആണ്. നമ്മൾ പറഞ്ഞു എക്സ് ആണ് എത്ര അവർ ചെയ്തു നോക്കുന്നത്. അതായത് എക്സ് 10 എന്ന് കിട്ടി. അതായത് 60% 8 ഡേയ്സിൽ പെർ ഡേ 10 അവർ വെച്ച് ജോലി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. 50% ചെയ്യുന്ന വർക്ക് 1 അവറിൽ 50 വർക്കാണ് എന്നിരിക്കട്ടെ. അങ്ങനെ 12 ഡേയ്സിൽ 8 അവർ വെച്ചിട്ടാണ് ചെയ്യുന്ന വർക്ക്. 50% 50 വർക്ക് 12 ഒരു ദിവസം 8 അവർ വെച്ചിട്ട് 12 ഡേയ്സിൽ അങ്ങനെ 50 വർക്ക് ചെയ്യുന്ന ആ വർക്ക് 60% ഓക്കെ 8 ഡേയ്സ് കൊണ്ട് എത്ര അവറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഒന്നുമല്ല, ഹെച്ച് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ 68 ഇപ്പുറത്ത് കൊണ്ടുപോകാം. 50 × 12 × 8 ഡിവൈഡഡ് ബൈ ഈ 68 ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ 60 × 8 = ഈ ഹെച്ച്. ഇത് തന്നെയാണ് ഈ എക്സ്. നേരെ വെട്ടുക. 8 വെട്ടും വെട്ടാം. 50ഉം 60ഉം 0 വെട്ടി 6 12 2 പ്രാവശ്യം 2ഉം 5ഉം ആണ് ഇവിടെ ബാലൻസ് ഉള്ളത്. 5 × 2 = h = 10 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ലോജിക്ക്. കോൺസെപ്റ്റ് മനസ്സിലാവാനായിട്ടാണ് ഇത് പറഞ്ഞത്. സിമ്പിളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ അടുത്ത മോഡൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിൽ ഈ മോഡൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 50% 12 ഡേയ്സിൽ 8 അവർ പെർ ഡേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് അവറിന്റെ കണക്കിലോട്ട് മാറ്റി. അപ്പോൾ അവർ 96 അവർ ആയിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. എങ്കിൽ 60% ക്വസ്റ്റ്യനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 8 ഡേയ്സ് ഒരു ദിവസം എത്ര അവർ വെച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ 8x എന്നാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ ഇതിന് മുന്നേ പറയുന്ന പോലെ മെന്നിന്റെ റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡേയുടെ റേഷ്യോ. അതുപോലെ തന്നെ ആയിരിക്കും ഈ അവേഴ്സ്. അവർ ചെയ്യുന്ന വർക്ക് എത്ര ടൈം ചെയ്യുന്നു എന്നുള്ളതാണ്. വർക്ക് ചെയ്യുന്ന ടൈമിന്റെ റേഷ്യോ ആണ് ഉദ്ദേശിക്കുന്നത്. അവേഴ്സിലാണെന്നുണ്ടെങ്കിലും മെന്നിന്റെ റേഷ്യോയുടെ നേരെ റിവേഴ്സ് ആയിരിക്കും ആ റേഷ്യോ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം മെന്നിന്റെ റേഷ്യോ എത്രയായിരിക്കും. 50:60 ആണ് ടോട്ടൽ മെന്നിന്റെ നമ്പർ. അപ്പോൾ അവരുടെ റേഷ്യോ ഈ 0 വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിന് 10 മാറ്റി കഴിഞ്ഞാൽ 5:6 ആയിരിക്കും. ഈ 5:6ന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും 6:5 ആയിരിക്കും അവര് വർക്ക് ചെയ്ത അവേഴ്സിന്റെ റേഷ്യോ അല്ലേ. എങ്കിൽ M1 M2 5:6 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും വർക്കിംഗ് അവേഴ്സിന്റെ റേഷ്യോ 6:5. ഓക്കെ, ഇതില് 6:5 H1 6 എന്ന് പറയുന്നു. H1ന്റെ റേഷ്യോ നമ്മൾ നോക്കി. H1 96 എങ്കിൽ ഈ 96 ആയിരിക്കത്തില്ല ഈ 6. 96 ഈ 6 ആണെന്നുണ്ടെങ്കിൽ ഈ 5 എത്രയെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. എങ്കിൽ 5 എത്രയാണ് നോക്കൂ. 96ഉം 6ഉം വരുമ്പോഴത്തേക്കും കൊണ്ട് വെട്ടുമ്പോഴത്തേക്കും 16 വരും. 16 × 5 80 ആണ്. അപ്പൊ ടോട്ടല് 80 അവേഴ്സ് ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്. 1 ഡേയിൽ എത്ര വർക്ക് ചെയ്തു എന്നുള്ളതാണ് നോക്കേണ്ടത്. 80 അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഡേയ്സിലായിട്ടാണ് അവർ 80 അവേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ളത്. 8 ഡേയ്സ്, അതായത് 8x ആണ് 80 അവേഴ്സ് എന്ന് പറയുന്നത്. 8x ആണ് 80 അവേഴ്സ് എന്ന് പറയുന്നത്. ഈ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡേയിൽ എത്ര അവർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. 8 ഡേയ്സിലാണ് ടോട്ടലി 80 അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1 ഡേയ്സിൽ അവർ വർക്ക് ചെയ്യുന്നത് 80 ÷ 8 10 ആയിരിക്കും അല്ലേ.
1 ഡേയിൽ, അപ്പൊ ഈ എക്സ് 10 ആണ്, 1 ഡേയിൽ 10 അവർ വർക്ക് ചെയ്ത് 8 ഡേ ആകുമ്പോഴത്തേക്ക് 80 അവർ വർക്ക് ചെയ്തു. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ മോഡലിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ പറയുന്നത് എന്താ? 50 men take 20 days to complete a job working 8 hours a day. 15 പേര് 20 ദിവസം കൊണ്ട് ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. എങ്ങനെ? ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്ത്, ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്ത് 20 ദിവസം കൊണ്ട് 15 ആൾക്കാർ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇവിടെയും അവറിന്റെ കണക്കാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ മോഡൽ തന്നെയാണ്. ഈ വർക്ക്, the number of hours a day should 20 men take to complete the job in 2 days. ആ വർക്ക് 20 മനുഷ്യർക്ക് 2 ദിവസത്തിൽ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര അവർ വെച്ചിട്ട് ഒരു ദിവസം ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവർ എത്ര അവർ ഒരു ജോലി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ മതി. 15 പേരാണ് അല്ലേ? 15 പേര് അവർ ടോട്ടൽ വർക്ക് ചെയ്തിട്ടുള്ള അവർ എത്രയായിരിക്കും? അവരുടെ വർക്കാണ് നോക്കേണ്ടത്. വർക്കിംഗ് അവർ 20 ഡേയ്സ്, ഒരു ദിവസം 8 അവർ വെച്ചിട്ട് 20 ഡേയ്സ് വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 × 8 160 വർക്കല്ലേ അവർ ചെയ്തിട്ടുള്ളത്. 160 അവറല്ലേ അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 160 അവറാണ്. 15 പേര്, ഒരാൾക്ക് 1 അവറിൽ ഒരു വർക്ക് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് പെയിന്റിംഗ് പണിക്കാരാണ്. 1 അവറിൽ ഇവർ ഒരു ചുമരാണ് ഒരാൾ പെയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 പേര് 1 അവറിൽ 15 വർക്ക് അല്ലെങ്കിൽ 15 ചുമരായിരിക്കും പെയിന്റ് ചെയ്യുന്നത്. അങ്ങനെ 160 അവറിൽ അവർ എത്ര ചെയ്യുമെന്ന് നോക്കാം. 160 × 15 ആയിരിക്കും അവർ ചെയ്യുന്നത്. ഈ വർക്ക് 20 പേർക്ക് 2 ദിവസത്തിൽ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, 20 പേർക്ക് 2 ഡേയ്സിൽ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര അവർ വർക്ക് ചെയ്യേണ്ടി വരും എന്നാണ് ചോദ്യം. അതിൽ നിന്നും ഈ ഹെച്ച് കണ്ടുപിടിക്കാം. ഇതാ നോക്കൂ, 20യും 160യും 8 ടൈമാണ്. ഓക്കെ, ഈ 2ഉം 8ഉം 8ഉം 4 പ്രാവശ്യമാണ്. ഓക്കെ, 15, ഇനി ബാക്കിയുള്ളത് 15ഉം 4ഉം ആണ്. 60. H is equal to 60 എന്നല്ലേ അതിനർത്ഥം. അപ്പോ ആൻസർ 60. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത മോഡലിൽ നമുക്കിത് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ 50 men 20 ഡേയ്സിലാണ് 8 അവർ വെച്ചിട്ട് 20 ഡേയ്സിലാണ് ഈ വർക്ക് ചെയ്ത് തീർക്കുന്നത്. അപ്പൊ ടോട്ടൽ 20 × 8 160 അവറാണ് അവരുടെ വർക്കിംഗ് ടൈം. 15 പേരാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് 20 പേർക്ക് ഈ ജോലി ചെയ്ത് തീർക്കാനായിട്ട് 2 ഡേയ്സിൽ ചെയ്ത് തീർക്കാൻ എത്ര അവർ വർക്ക് ചെയ്യണം? ഇനി നമുക്ക് പ്രൊപ്പോർഷൻ എടുക്കുമ്പോഴത്തേക്കും ആൾക്കാരുടെ പ്രൊപ്പോർഷന്റെ നേരെ വിപരീതമായിരിക്കും വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇത് ആൾക്കാരുടെ എണ്ണം എത്രയാണ്? M1 × M2 എന്ന് പറയുന്നത് 15:20 ആണ്. 15ന്റെയും 20ന്റെയും റേഷ്യോ എത്രയാണ്? ഇത് കോമൺ ആയിട്ട് 5 വെച്ച് വെട്ടാൻ വേണ്ടി പറ്റും. 15ന് 5 വെച്ച് വെട്ടുമ്പോഴത്തേക്കും 3 ആണ്. 20 വെട്ടുമ്പോഴത്തേക്കും 4 ആണ്. 3:4 ആണ് റേഷ്യോ. എങ്കിൽ വർക്കിംഗ് അവറിന്റെ റേഷ്യോ ഇത് തിരിച്ചിടുന്നതായിരിക്കും. 4:3 ആയിരിക്കും ആ വർക്കിംഗ് അവറിന്റെ റേഷ്യോ. H1 H2 എന്ന് പറയുന്നത് 4:3 ആണ്. അവിടെ റേഷ്യോ 4:3 ആണ്. വർക്കിംഗ് അവറിൽ അപ്പൊ H1 4ഉം H2 3 എന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. H1ന്റെ റേഷ്യോ 4 ആണെന്നുണ്ടെങ്കിൽ H1 ഫസ്റ്റ് വർക്ക് ചെയ്ത് എത്ര അവർ ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്? 160 അവർ ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ 160 അവറിലെ ഈ 4, 160 അവർ ഈ 4 ആവുകയാണെന്നുണ്ടെങ്കിൽ 3 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? അപ്പൊ അതാ നോക്കിയോ, 164 ആണെന്നുണ്ടെങ്കിൽ 3 എത്രയാണെന്ന് നോക്കിയാൽ മതി. 4 ഇതാ വെട്ടും. 160 4 കൊണ്ട് വെട്ടിയാൽ 40 ആണ്. 40 × 3 120 ആണ്. ടോട്ടൽ 120 അവർ ആണ് അവര് വർക്ക് ചെയ്തത്. എത്ര? 2 ഡേയ്സിലാണ് ഈ 120 അവർ വർക്ക് ചെയ്തത്. നമുക്കറിയേണ്ടത് ഒരു ദിവസം എത്ര അവർ വർക്ക് ചെയ്തിട്ടാണ് ഈ 2 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ 2 ഡേയ്സിലാണ് 120 അവർ വർക്ക് ചെയ്തത്. 2 ഡേയ്സിൽ 120 അവർ 2x നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ് ആണ് അവർ. അപ്പോൾ 120 ഈ 2 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും 2 ÷ 2 ആവും. വെട്ടുകയാണെന്നുണ്ടെങ്കിൽ 6 ഇവിടെ വരും. 60 ആണ്
ആൻസർ. 120 ഡിവൈഡ് ബൈ 2 60 ആണ് ആൻസർ. ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ ഈ രീതിയിലാണ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം മെൻ പ്രോമിസ്ഡ് ടു ഡു എ ജോബ് ഇൻ 18 days, but 6 of them went on leave. So the remaining men took 20 days to complete the job. ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് പേർ ഒരു ജോലി 18 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പ്രോമിസ് ചെയ്തു. ഓക്കെ, പക്ഷേ അതിൽ 6 പേര് 6 of them went on leave. 6 പേര് ലീവ് എടുത്തത് കൊണ്ട് so the remaining men took 20 days to complete the job. ബാക്കിയുള്ള മെന്നിന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 20 ദിവസം എടുത്തു. ഓക്കെ, കുറച്ച് പേര് ഒരു ജോലി 18 ദിവസത്തിൽ ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ 6 പേര് ലീവ് എടുത്തു. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ 20 ദിവസം എടുത്തു എന്നാണ് പറയുന്നത്. എങ്കിൽ ഹൗ മെനി മെൻ വേർ ദെയർ ഒറിജിനലി? എങ്കിൽ ആ ജോലി ആദ്യം ചെയ്യാൻ കുറച്ച് പേര് 18 ദിവസത്തിന് ചെയ്ത് തീർക്കാന്ന് പറഞ്ഞില്ലേ, അത് എത്ര പേരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓക്കെ, അതില് ആദ്യം എത്ര മെന്നാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നില്ല, സം മെൻ എന്നാണ് പറയുന്നത്. അപ്പോ M1 നമുക്ക് എക്സ് എന്നെടുക്കാം. എത്ര പേരാണ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എക്സ് പേര് 18 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കാമെന്നാണ് പ്രോമിസ് ചെയ്തത്. അപ്പോ D1 18 ആണ് അല്ലേ. ഇനി പറയുന്നത് എന്താ, അതിൽ 6 പേര് ലീവിന് പോയി, ബട്ട് 6 of them went on leave. അപ്പോ 6 പേര് ലീവിന് പോയപ്പോഴത്തേക്കും ആ ബാക്കി റിമൈനിങ് വർക്ക് ബാക്കിയുള്ള മനുഷ്യർ 20 ഡേയ്സിൽ ചെയ്തു തീർത്തു. അപ്പോൾ ബാക്കിയുള്ള റിമൈനിങ് വർക്ക് ചെയ്ത് എത്ര പേരാണ്? M2 നമുക്ക് എടുക്കാം. ഫസ്റ്റ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും 6 പേര് കുറവാണ് എന്നാ പറയുന്നത്. അപ്പോൾ എക്സ് മൈനസ് 6 അല്ലേ. ഫസ്റ്റ് എത്ര പേരാണ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ, നമ്മളത് എക്സ് എന്ന് എടുത്തു. അതിൽ നിന്നും 6 പേര് കുറവാണ്. ലീവിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് 6 പേര് കുറവായിരിക്കുമല്ലോ. അവർ എത്ര ദിവസത്തിലായി ഈ ജോലി ചെയ്ത് തീർത്തേ? 20 ഡേയ്സ്. അപ്പോ D2 20 എന്ന് എടുക്കാം. ഓക്കെ, ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡിൽ ചെയ്തിരുന്നാലും കിട്ടും. പക്ഷെ ഇവിടെ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ ആദ്യം ആ മോഡലിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്തിട്ട് പിന്നെ അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് മെന്നിൻ എത്ര പേരാണെന്ന് അറിയില്ല, പക്ഷെ ഡേയുടെ കണക്കുണ്ട്. ഡേ ഫസ്റ്റ് കുറച്ച് മെന്ന് ചേർന്ന് 18 ദിവസവും രണ്ടാമത് അതിൽ നിന്ന് 6 പേര് കുറവായിട്ടുള്ള ആൾക്കാർ ചേർന്ന് 20 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഡേയുടെ റേഷ്യോ എടുക്കാമല്ലോ. ഡേ D1 to D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ എത്ര ഡേ ആണ് അവർ ചെയ്യുന്നത്? D1 18 ഡേയും D2 20 ഡേയ്സുമാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്നും ഡേയുടെ റേഷ്യോ കണ്ടെത്തിക്കൂടെ? 18ന്റെയും 20ന്റെയും റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് 2 വെച്ചിട്ട് നമുക്ക് വെട്ടാൻ പറ്റുമല്ലോ. 18 2 വെച്ചിട്ട് വെട്ടിക്കഴിഞ്ഞാൽ 9 ആണ്. 20 2 വെച്ചിട്ട് വെട്ടിക്കഴിഞ്ഞാൽ 10 ആണ്. അപ്പൊ 9:10 എന്ന് കിട്ടും. ഇതാണ് ഡേയുടെ റേഷ്യോ. 18ഉം 20ഉം ആണ്. 18 ദിവസവും 20 ദിവസത്തിലാണ് ചെയ്തത്. അത് നമ്മൾ ചുരുക്കി അതിൽ നിന്നും HCF 2 ആണ്, അത് മാറ്റിയപ്പോഴത്തേക്കും 9:10 എന്ന് കിട്ടി. ഡേ നമ്മൾ സാധാരണ പറഞ്ഞിട്ടുള്ള പോലെ എങ്കിൽ ഈ ഡേയുടെ റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിന്റെ റേഷ്യോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് M1 to M2 എടുക്കാമല്ലോ. 9:10 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് റേഷ്യോ ആയിരിക്കും 10:9. ഓക്കെ, അപ്പോ നമുക്ക് വർക്ക് ചെയ്ത ആൾക്കാരുടെ എണ്ണത്തിന്റെ റേഷ്യോ 10:9 എന്ന് കിട്ടി. അപ്പൊ എക്സ് 10 ആണെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് 6 എന്ന് പറയുന്നത് 9 ആയിരിക്കും. എക്സിൽ നിന്നും 6 കുറയുമ്പോഴാണ് എക്സ് മൈനസ് 6 കിട്ടുന്നത്. ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ
എക്സ് മൈനസ് 6 പേര് കുറഞ്ഞപ്പോഴത്തേക്കാണ് എക്സ് മൈനസ് 6 എന്ന് പറയുന്നത് 9 എന്ന റേഷ്യോ ആയത്. അപ്പൊ ക്വസ്റ്റ്യനിൽ കുറയുന്നത് 6 ആണ്, ഈ റേഷ്യോയിൽ കുറയുന്നത് 10 നിന്നും 9 ആണ്, റേഷ്യോയിൽ ഇവിടെ കുറയുന്നത് 1 ആണ്. അപ്പൊ ഈ 1 ആയിരിക്കത്തില്ലേ ആ 6? അപ്പോ 6 1 ആണ് എന്നുണ്ടെങ്കിൽ ഈ 10 എത്രയാണെന്ന് നോക്കിയാൽ പോരെ, നമുക്ക് കിട്ടത്തില്ലേ? 1 6 വരുമ്പോഴത്തേക്ക് 6 എന്ന് 6 × 10 60 ആയിരിക്കും അല്ലേ? അപ്പോ M1 ആണ് 10, M1 60 എന്ന് കിട്ടി. എങ്കിൽ 6 1 ആണെന്നുണ്ടെങ്കിൽ ഈ 9 എത്രയാണെന്ന് നോക്കൂ. 6 എന്ന് 6 × 9 54 അല്ലേ? അപ്പോ 10 M1 10 ആണ്, അത് 60 എന്നും M2 9 ആണ്, അത് 54 എന്നും കിട്ടി. ആൻസർ M1 = M2, 60 = 54. അതായത് ആദ്യം ഈ ജോലി ചെയ്തത് നമ്മൾ എക്സ് എന്നെടുത്തത് 60 പേരാണ്, അതിൽ നിന്നും 6 പേര് കുറഞ്ഞപ്പോഴത്തേക്കും 54 ആയി. 54 പേര് ചേർന്നിട്ടാണ് ഈ 20 ഡേയ്സ് കൊണ്ട് ബാക്കി വർക്ക് ചെയ്തത്. മനസ്സിലായോ?